ദ ജേർണലിസ്റ്റിലേക്ക് യുദ്ധം 5 ദിവസം പിന്നിടുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ ഇറാനെ പിടിച്ചുകെട്ടാനോ ഇറാനിൽ തങ്ങൾക്കനുസൃതമായി ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനോ ഇറാനെ പരിപൂർണമായി നിശബ്ദമാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ മുഴുവനായി തകർത്തു എന്ന് ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ തുടർച്ചയായി ഇസ്രായേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും മിസൈലുകൾ അയച്ചുകൊണ്ടാണ് ഇറാൻ അതിന് മറുപടി പറയുന്നത്. ഒപ്പം ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ, മുൾമുനയിലാക്കുന്ന വിധത്തിൽ ഇറാന്റെ പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പിശാചുക്കളുമായുള്ള യുദ്ധം ഞങ്ങൾ തുടരും. ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ഇതോടുകൂടി ഇറാനെ പരിപൂർണമായി നശിപ്പിക്കാതെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാനോ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാനോ കഴിയില്ല എന്ന് ട്രംപിനും ഇസ്രായേലിനും വ്യക്തമാവുകയാണ്. പക്ഷേ അവിടെ ഒരു വലിയ കുഴപ്പമുണ്ട്. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം ഉണ്ടായിരിക്കുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി വരുന്നത് 7000 കോടി രൂപയാണ്. ഈ വിധത്തിൽ യുദ്ധം രൂക്ഷമായാൽ 18 ലക്ഷം കോടിയുടെയെങ്കിലും സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്കുണ്ടാകും. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അമേരിക്ക ഇതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ പെടാപ്പാട് പെടേണ്ടി വരുമെന്നാണ് അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന വിലയിരുത്തലുകൾ. അതിൻ്റെ ഭാഗമായി ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. യുദ്ധത്തിനെതിരെ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയിൽ നടന്നൊരു സർവേയിൽ ട്രംപിൻ്റെ പിന്തുണ 27% താഴേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുക എന്ന ഇറാന്റെ തന്ത്രം വിജയിച്ചാൽ അത് ഗൾഫ് മേഖലയ്ക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. പക്ഷേ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുദ്ധം ഞങ്ങൾ വീണ്ടും കടുപ്പിക്കാൻ പോവുകയാണ് എന്നാണ്. എത്രയും വേഗം തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് ഉണ്ടാകുമെന്നും ഒടുവിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും യുദ്ധസാമഗ്രികളുമെല്ലാം പൂർണ്ണമായി തകർത്ത ശേഷം അവിടെ ഉടൻ തന്നെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്ന് അതിവേഗത്തിൽ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അത് എളുപ്പത്തിൽ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇന്ന് രാവിലെ പല മാധ്യമങ്ങളും നൽകിയിരിക്കുന്ന ഒരു വാർത്ത ഇറാന്റെ പക്കൽ ആയുധശേഖരങ്ങൾ കുറഞ്ഞുവെന്ന് അമേരിക്ക പറയുന്നു എന്നാണ്. അതായത് ഇറാന്റെ പക്കൽ മിസൈലുകളുടെ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇറാൻ തളർന്നു തുടങ്ങിയിരിക്കുന്നു, ഇറാൻ യുദ്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു, അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിൽ കുറവ് വരുന്നത് എന്നായിരുന്നു ഇവരുടെ വിലയിരുത്തൽ. എന്നാൽ ചില ഇറാനിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിന്റെ ചതിയിൽ വീഴാതിരിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണിത് എന്നാണ്. അതായത് അറബ് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാൻ, ഗൾഫ് മേഖലയിൽ ഒന്നാകെ സംഘർഷമുണ്ടാക്കാൻ, അതിൽ നിന്ന് ഇറാനെ ഒറ്റപ്പെടുത്തി നേട്ടം കൊയ്യാൻ ഇതിനിടയിലൂടെ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തുടർച്ചയായി ആക്രമണം നടത്തുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, ആശങ്കകൾ സൃഷ്ടിക്കും. ഈ അവസരം മുതലെടുത്ത് ഗൾഫ് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഇറാനെതിരായി യുദ്ധം ചെയ്യിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒമാൻ ഒഴികെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് തുടക്കത്തിൽ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവനയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഫേവറബിൾ ആകുന്ന നിലയിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കാനുള്ള സമ്മർദ്ദ തന്ത്രം അത് ഫലവത്താകുന്നില്ല എന്ന് ഇറാൻ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളുടെ തോത് കുറച്ചത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ. അതായത് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ ബുദ്ധിക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിച്ചിടത്ത് ആക്രമണ ലക്ഷ്യം ഇസ്രായേലിലേക്കും അമേരിക്കൻ പടക്കപ്പലുകളിലേക്കും നീങ്ങുകയാണ് എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ മെത്തൂല, തുറമുഖ നഗരമായ ഹൈഫ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ തുടരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാൻ പരിപൂർണമായി ആക്രമണം നിർത്തി എന്ന വാർത്ത ശരിയല്ല. നിരവധി കേന്ദ്രങ്ങളിലേക്ക് തീമഴ പെയ്യ്ക്കുന്ന വിധത്തിൽ ഇറാൻ തങ്ങളുടെ മിസൈലുകൾ അയക്കുന്നുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ തിരിച്ചടി ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എതിരായി ഇറാൻ ഒറ്റപ്പെടുമെന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ കുറച്ച് ഇസ്രായേലിനെയും അമേരിക്കൻ പടക്കപ്പലുകളെയും
ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ആക്രമണം തുടരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുന്നു. എന്തായാലും 5 ദിവസം പിന്നിടുമ്പോഴും അമേരിക്ക പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കീഴടങ്ങാൻ ഇറാൻ തയ്യാറായിട്ടില്ല. മിസൈൽ ലോഞ്ച് പാഡുകളൊക്കെ പൂർണ്ണമായി ഇറാൻ്റെ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് മിസൈലുകൾ അയക്കാൻ കഴിയാത്തതാണ് എന്നൊരു വാദം ഉയരുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോൾ തന്നെ ഡ്രോണുകളുടെയും അതുപോലെ തന്നെ പുതിയ മിസൈലുകളുടെ ഭൂഗർഭ മിസൈലുകളുടെയും ഒക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ അമേരിക്ക ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000-ലധികം കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ മരണസംഖ്യ 1000 കടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്രയധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇത്രയധികം തകർച്ചകൾ ഉണ്ടായിട്ടും ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാമെന്ന് പ്രഖ്യാപിക്കാനോ അവരുമായി ഒരു കരാറിൽ ഒപ്പിടാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നിടത്താണ് അമേരിക്കയുടെ കാൽക്കുലേഷനുകൾ തെറ്റുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കൂടുതലായി ഇസ്രായേലിന് കൂടുതലായി ഇറാന് നേരെ യുദ്ധം ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ അതിവേഗം ഇറാനെ കീഴ്പ്പെടുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില മാരക നീക്കങ്ങൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. അതിലൂടെ എണ്ണക്കപ്പലുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക പറയുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് ഞങ്ങളുടെ സൈന്യം സുരക്ഷിതത്വം ഒരുക്കുമെന്നാണ്. മുമ്പ് ചെങ്കടലിൽ ഹൂത്തികൾ ഇതുപോലൊരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയപ്പോൾ അന്നും അമേരിക്ക പറഞ്ഞിരുന്നു ഞങ്ങൾ കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കാമെന്ന്. പക്ഷേ ആ പിന്തുണ പ്രതീക്ഷിച്ചു വന്ന കപ്പലുകൾക്ക് ഒടുവിൽ വലിയ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഹൂത്തികളെ തീർക്കാനായി കൊണ്ടുവന്ന അമേരിക്കൻ കപ്പലുകൾക്ക് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടിയും വന്നിരുന്നു. അപ്പോൾ അമേരിക്ക നൽകുന്ന ഉറപ്പുകളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഇറാൻ നരകമഴ തീർത്ത് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കാത്തത് ഇസ്രായേലിൽ വലിയ സെൻസർഷിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ ഭരണകൂടം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇവിടെ തകർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ നിങ്ങൾ പങ്കുവെക്കരുത്, ഇവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടരുത്, വീഡിയോ ഫുട്ടേജുകൾ പുറത്തുവിടരുത്. ഇതൊക്കെ ഇറാന് അനുകൂലമായി മാറും. അതുകൊണ്ട് അത്തരത്തിൽ ഒന്നും സംഭവിപ്പിക്കരുത് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെയുള്ള നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തത്. പക്ഷേ ഇസ്രായേലിന് വലിയ പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. ലെബനനിലേക്ക് ഇടിച്ചു കയറി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഏതാണ്ട് 16ഓളം കേന്ദ്രങ്ങളിൽ വില്ലേജുകളിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. എന്തായാലും കീഴടങ്ങില്ല എന്ന് ഇറാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. അമേരിക്കയുമായി മരിച്ചാലും സന്ധി ചെയ്യില്ല എന്ന് പുതിയ ഭരണാധികാരികളും പ്രതിജ്ഞയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധ സാഹചര്യം കടക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.